നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണോ എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള വീഡിയോ അല്ലേ? സ്കിൻ കെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. നമ്മുടെ ചാനലിലെ സ്കിൻ കെയർ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ജീരക പാക്ക്, അതുപോലെ തന്നെ ഉലുവ പാക്ക്, അതുപോലെ ഇഫക്റ്റീവ് മീൻസ് കൂടുതൽ പേരും നന്നായി, അതായത് എല്ലാവർക്കും കുറേ പേർക്ക് ഒരുപോലെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ജീരക പാക്ക്, അതായത് പിന്നെ ഉലുവ പാക്ക്, പിന്നെ നമ്മുടെ എന്താ പറയുക റാഗി, ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുമാതിരി ഏറ്റവും റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമായിട്ടോ നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോണത്. അപ്പം നമ്മളിന്ന് കാണാൻ പോണത് ഒരു ഫേസ് പാക്കാണ്. അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പിഗ്മെന്റേഷൻ, അതുപോലെ പിമ്പിൾ മാർക്കിൻ്റെ ആ ഒരു പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും, അതുപോലെ തന്നെ പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാനും, നമ്മുടെ സ്കിന്നിന് കളർ വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം എനിക്കിത് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പം ഞാനിത് ഇങ്ങനെ എന്താ പറയുക ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കി, അതുപോലെ ഞാനും ട്രൈ ചെയ്ത് നോക്കി. അപ്പം എനിക്ക് ഭയങ്കര നല്ലൊരു റിസൾട്ട് തോന്നി. കാരണം കുറച്ച് ദിവസമൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ ഫേസിലൊക്കെ ടാനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഫാസ്റ്റ്ലി അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലൊരു വ്യത്യാസം നമ്മുടെ സ്കിന്നിന് കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വളരെ ഈസിയാണ്. നമുക്കിതൊരു പൗഡറായിട്ട് നമ്മളിങ്ങനെ ഫേസ് പാക്കൊക്കെ മേടിക്കാൻ കിട്ടില്ല. നമുക്കിങ്ങനെ ഒരു പാക്കറ്റായിട്ടോ അങ്ങനെയൊക്കെ കുറച്ചധികം മിക്സുകളായിട്ട്. അപ്പോൾ അതുപോലെ നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാനും, അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും നമ്മുടെ മിക്കവരുടെ വീട്ടിലും കിച്ചണിലുള്ളതും ഒട്ടുമിക്ക പേരുടെ സ്കിൻ കെയർ കിറ്റിലുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുമാതിരി ടീനേജേഴ്സ് മുതൽ നമുക്ക് മുകളിലേക്ക് ഉപയോഗിക്കാം. പിമ്പിൾ ഉള്ളവർക്ക് ഉപയോഗിക്കാം, പിമ്പിൾ മാർക്ക് ഉള്ളവർ രണ്ടും ഉള്ളവർക്ക് ഉപയോഗിക്കാം. അതായത് ചിലർക്ക് പിമ്പിളും മാർക്കും ഒരുമിച്ചുണ്ടാവും, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം. അതേപോലെ ഫേസിൽ നിറയെ പിഗ്മെന്റേഷൻ, അതേപോലെ നമുക്ക് അൺഈവൻ സ്കിൻ ടോൺ എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിക്കില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നതിന് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അതിന് മുമ്പ് ചാനൽ ആരെങ്കിലൊക്കെ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി അപ്ലൈ ചെയ്യുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മുഖക്കുരു, പാടുകൾ, പിഗ്മെൻറ്റേഷൻ, പിന്നെ സ്കിന്നിൻ്റെ ടാൻ നിറയുണ്ട്, അതേപോലെ സ്കിന്നിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, സ്കിന്നിന് പഴയ കളറൊന്നുമില്ല, അങ്ങനെയാണ്, കുറച്ചും കൂടി ബ്രൈറ്റനിങ് വേണം എന്നുണ്ടെങ്കിലൊക്കെ ഈ പാക്ക് ധൈര്യമായിട്ട് ചെയ്യാം. നല്ലൊരു ഗ്ലോയും അതുപോലെ സ്കിന്ന് ബ്രൈറ്റനിങ്ങും സ്കിന്ന് ക്ലിയർ ആവാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടത് നല്ല ജീരകമില്ലേ, അതായത് ചെറിയ ജീരകം, അത് പൊടിച്ചിട്ട് അതിൻ്റെ നൈസായിട്ടുള്ള പൗഡറാണ്. അപ്പോൾ ഇത് പൊടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേറെ നിവർത്തിയില്ലെങ്കിൽ അങ്ങനെയും വാങ്ങാം കേട്ടോ, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പൊടിയായിട്ട്. അപ്പം ഞാനിത് ജീരകം നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ട് അരിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് നൈസാണ്. പിന്നെ നമുക്ക് വേണ്ടത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ രക്തചന്ദനത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു തടി വാങ്ങിക്കാൻ കിട്ടില്ലേ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ തടിയാണെങ്കിൽ നമ്മളത് നമ്മുടെ അരിക്കാടി വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ നന്നായിട്ട് ഇങ്ങനെ ഉരച്ചിട്ട് ആ ഒരു ക്രീം മാതിരി കിട്ടുമല്ലോ, അത് നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതുപോലെ പൗഡറായിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്കിതൊരു പൗഡറായിട്ട് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. കുറേ നാൾ കേട് വരാണ്ടിരിക്കും. ഭയങ്കര എഫക്റ്റീവാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ 100% റിസൾട്ട് ഉള്ളതാട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് സ്കിന്നിൽ ട്രൈ ചെയ്തതാണ്. നമ്മൾ സ്കിൻ കെയർ വീഡിയോസ് കുറവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള സൂപ്പർബായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. 100% ട്രസ്റ്റഡ് ആണ്. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് മരമഞ്ഞൾ പൊടിയാണ്. നിങ്ങൾക്ക് മഞ്ഞളുടെ, അതായത് കസ്തൂരി മഞ്ഞൾ പൗഡർ ഏത് ടൈപ്പാണെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കത് പറ്റാത്തതുകൊണ്ട് എനിക്ക് സ്യൂട്ടായിട്ടുള്ള മരമഞ്ഞൾ ഇട്ട് കൊടുത്തു എന്ന് മാത്രം. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മഞ്ഞൾ ഇടാതെ ഇത് മാത്രം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്. ഇത് നിങ്ങൾക്കൊരു ചെപ്പിലാക്കിയോ ഏതെങ്കിലും ഡപ്പിയിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യത്തിനെടുത്ത് നമുക്ക് പാക്ക് മാതിരി ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മിക്സിങ്ങിന് എല്ലാവർക്കും എപ്പോഴും അവൈലബിളും അതേപോലെ ഈസിലി അവൈലബിളും സ്യൂട്ടായിട്ടുള്ളത് റോസ് വാട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നു. ഞാൻ എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്തിരുന്നതെന്നുള്ളത് ഞാൻ ഇത് അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും, അതായത് പിമ്പിളുള്ളവർക്ക് കൂടിയിട്ട് ഏറ്റവും നല്ലത് റോസ് വാട്ടറാണ് കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ റോസ് വാട്ടറിന് 100 രൂപയാണ്. ഇത് 1/2 ലിറ്റർ, അതായത് 500 ml ഉണ്ട്, ബഞ്ചാറാസിൻ്റെ ആണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം 100 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കാമല്ലോ, 500 ml ഉണ്ടല്ലോ. അപ്പോൾ അതാണ് എല്ലാവർക്കും കുറച്ച് നാൾ അടുപ്പിച്ച് ഉപയോഗിക്കണം ഈ പാക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് കുറച്ചൊന്ന് എന്താ പറയുക സാഗ് ചെയ്ത മാതിരിയും അതേപോലെ ഫേസിലെ ഗ്ലോ പോയ മാതിരിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് നാൾ മുൻപത്തെ വീഡിയോ എടുത്ത് നോക്കി, കുറച്ച് നാളെന്ന് പറഞ്ഞാൽ
കുറച്ച് ദിവസം മുന്നത്തെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് കമൻറ്റൊക്കെ വന്നിരുന്നു, റോഷിനി മുഖമൊക്കെ ആകെ ചുളിഞ്ഞൂലോ അല്ലെങ്കിൽ ഗ്ലോ പോയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ കുറച്ചും കൂടി ക്ലോസ് ആയിട്ടാണ് എൻ്റെ ഫേസ് നമ്മൾ ക്യാമറയിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഗ്ലോയും അതേപോലെ സ്കിന്നിൻ്റെ ആ ഒരു ടൈറ്റനിങ്ങും അതേപോലെ സ്കിന്നിലെ ആ ഒരു അവിടെ ആയിട്ട് ഇങ്ങനെ മാർക്ക് പാട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് നന്നായിട്ട് മാറി നല്ലൊരു നീറ്റായിട്ട് അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റനിങ് ടാൻ അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാനിത് അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ, നല്ല വ്യത്യാസം ഫേസിനുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഇതിങ്ങനെ 1 മന്തോളം ചെയ്യണം എന്നാലാണ്. അപ്പോൾ ചെയ്യുന്ന പറയുമ്പോൾ എന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മുഖക്കുരു അതുപോലെ പാടുകൾ നിറയെ ഉണ്ടെങ്കിൽ എന്നും ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിലൊരു 3 തവണയൊക്കെ നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ചെയ്യാനായിട്ട്. ശരിക്കും അമേസിങ് റിസൾട്ട് കിട്ടുന്നതാണ്, ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സ് നല്ലൊരു ക്രീം മാതിരി എടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ ഇത് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെയാണ് ഇരിക്കുക, ഒരു തിക്ക് മാതിരി. അപ്പം ഞാനിതിൽ മിക്സ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പൗഡർ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ക്യാരറ്റിൻ്റെ ജ്യൂസില്ലേ, അതിപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആവില്ല എപ്പോഴും, അതാണ് ഞാനിത് ആദ്യം കാണിക്കാഞ്ഞ്. ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിരുന്നത്. എനിക്കത് ഭയങ്കര റിസൾട്ട്, ഫേസിലൊരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്യാരറ്റ് ജ്യൂസ്. അതേപോലെ നമ്മുടെ ഫേസിലത്തെ പാടുകളൊക്കെ കുറച്ച് ലൈറ്റൻ ചെയ്യാൻ നമുക്കറിയാം ക്യാരറ്റ് ഭയങ്കര നല്ലതാണ് സ്കിൻ ലൈറ്റനിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ടപ്പോൾ ഭയങ്കര നല്ലൊരു വ്യത്യാസം തോന്നി. അതാണ് ഞാൻ ആ ഒരു രീതിയിൽ ചെയ്തേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ജ്യൂസ് അവൈലബിൾ ആണ്, അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ റോസ് വാട്ടർ പിന്നെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, നേരിട്ട് പൗഡറിലേക്ക് ക്യാരറ്റ് ജ്യൂസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ ഫേസിൽ നാച്ചുറലായിട്ടൊരു ഗ്ലോ ഉണ്ട്. അതേപോലെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ആയ മാതിരിയും അതേപോലെ സ്കിന്നിലത്തെ പാടുകളൊക്കെ നല്ല രീതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നുണ്ട് ഓറഞ്ച് പീൽ പൗഡർ കൂടി ചേർക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു മിക്സിങ് നിങ്ങൾക്ക് ഇതുപോലെ പൗഡറാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ഡെയിലി ഉപയോഗിക്കാം. പിമ്പിൾ ഉള്ളവർക്കും മാർക്കുള്ളവർക്കും പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് നമ്മൾ വെക്കാം ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട്, അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം ഞാൻ 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. കാര്യമായിട്ട് അങ്ങനെ ഫുള്ള് ഡ്രൈ ആയിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നെറ്റിയുടെ ഭാഗങ്ങളിലും അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് ഡ്രൈനെസ് ആയിട്ടുള്ളൂ. എന്നാൽ 20 മിനിറ്റ് വെച്ചാൽ മതി, ഇത്രയും മതി കേട്ടോ. അപ്പം ഞാനിങ്ങനെ നന്നായിട്ട് എന്താ പറയുക തട്ടിച്ച് കൊടുക്കുകയാണ്. കാരണം ചെറുതായിട്ടൊന്നും ഇത് ഇങ്ങനെ ഉണങ്ങി നന്നായിട്ട് സ്കിന്നൊന്ന് ടൈറ്റ് ആവും. അപ്പോൾ ആ ഒരു നമ്മളിങ്ങനെ ചരണ്ടി എടുക്കാൻ പാടില്ല, അതായത് ഇങ്ങനെ ഒരച്ച് മുഖത്തുനിന്ന് എടുക്കരുത്. അപ്പോൾ തന്നെ ഭയങ്കര ഒരു സ്കിന്നിന് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നനച്ചിട്ട് ജസ്റ്റ് പതുക്കേനെ ഇങ്ങനെ ഇളക്കി എടുക്കുക ചെയ്യണത്. അപ്പോൾ നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എനിക്ക് നല്ല 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫേസിൽ പാടുകളുള്ളവർക്കും അതേപോലെ പിമ്പിളുള്ളവർക്കും പിമ്പിൾ മാർക്കുള്ളവർക്കും ഒരേമാതിരി ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇതിപ്പോൾ ചിലർക്ക് പിമ്പിൾ ഉണ്ടെങ്കിൽ മാർക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള പാക്ക് ഉപയോഗിക്കുമ്പോൾ പ്രശ്നമുണ്ട്, പിമ്പിൾ കൂടുന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കും. കാരണം പിമ്പിൾ നന്നായിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ്. സ്കിന്ന് നന്നായിട്ട് ഗ്ലോ വരും. ക്യാരറ്റ് ജ്യൂസ് ഇട്ടത് കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് നല്ലൊരു ഗ്ലോയിങ് വന്നിട്ടുണ്ട് ഫേസിന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. കാരണം എനിക്ക് നന്നായിരുന്നു കേട്ടോ, അതാണ് ഞാൻ പിന്നെയും എടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വെള്ളം വെച്ച് കഴുകുക, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും. അതേപോലെ സ്കിന്നിൽ നാച്ചുറലായിട്ടൊരു തിളക്കം കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം എനിക്ക് നന്നായിട്ട് വ്യത്യാസം വന്നു. സ്കിന്ന് ആ ഒരു ഒരു സാഗിങ് പോലെയൊക്കെ തോന്നിയിരുന്നു, അതൊക്കെ നന്നായിട്ട് മാറി. സ്കിന്ന് നാച്ചുറലായിട്ടൊരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും. പക്ഷേ കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യണം. ഞാനിപ്പോൾ ഈ ഒരു സ്കിൻ കെയർ ചെയ്യലൊക്കെ കുറച്ചപ്പോഴാണ് ഈ ഒരു കാര്യം ട്രൈ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും 1 മന്തിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. നല്ല വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവുമെന്നാണ് എനിക്കൊരു വിശ്വാസം. കാരണം എനിക്ക് നല്ല വ്യത്യാസം വന്നിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ഏകദേശം 1 മന്തെങ്കിലും 1 മന്ത് നമ്മൾ അടുപ്പിച്ച് ചെയ്യണം. അടുപ്പിച്ച് മീൻസ് നമുക്ക് ആഴ്ചയിൽ 1-2 തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ കുറഞ്ഞത് 1 തവണയെങ്കിലും ട്രൈ ചെയ്ത് അങ്ങനെ ഒരു 1 മന്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും. ഇപ്പോൾ ടാൻ ഉണ്ടെങ്കിൽ മാറും. ഫസ്റ്റ് നമുക്ക് ആ ഒരു ടാനൊക്കെ പോയി സ്കിൻ ബ്രൈറ്റ് ആവും. അതുപോലെ തന്നെ പാടുകളൊക്കെ പതുക്കെ ലൈറ്റൻ ആവും. നമ്മുടെ അൺഈവൻ സ്കിൻ ടോൺ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പലതരത്തിൽ കളറൊക്കെ ആയിട്ടിരിക്കില്ലേ. നെറ്റിയിലൊരു കളറ്, മൂക്കിൻ്റെ ഇവിടെ 2 സൈഡിൽ വേറെ കളറ്, അതുപോലെ മൗത്തിന്
ചുറ്റും വേർക്കുള്ള അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ മാറി സ്കിൻ ഒരു നീറ്റ് ആൻഡ് ക്ലിയർ ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ രക്തചന്ദനം നമ്മൾ മുട്ടിയായിട്ട്, അതായത് അതിൻ്റെ ഒരു പീസായിട്ട് മേടിച്ച് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അതില്ല, എല്ലാവർക്കും അത് അവൈലബിൾ ആവില്ല. അപ്പം അങ്ങനെ അല്ലെങ്കിൽ നമുക്കിതുപോലെ നല്ലൊരു ക്വാളിറ്റി നോക്കിയിട്ട് മേടിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.